ഹായ് ഫ്രണ്ട്സ്, അമ്മയുടെ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ബിരിയാണി റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബസുമതി റൈസാണ്. നമ്മളിവിടെ 2 കിലോ ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. അതും 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കലത്തിൽ നമ്മുടെ അരി വേവാൻ പാകത്തിനുള്ള ഒരു കലത്തിൽ വെള്ളം വയ്ക്കാം. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, അതുപോലെ തന്നെ നമ്മുടെ ബേ ലീവ്സ്, പെരിഞ്ജീരകം ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കഴുകി വാരി വെച്ചിരിക്കുന്ന നമ്മുടെ ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അരിയൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് വേകാനായിട്ട് അടച്ചു വയ്ക്കാം. ഇനി നമ്മളിവിടെ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ചെറിപ്പഴം അരിഞ്ഞത്, അതുപോലെ തന്നെ കുറച്ച് പൈനാപ്പിൾ, ഒരു ചെറിയ പൈനാപ്പിൾ അരിഞ്ഞത്, പിന്നെ ക്യാരറ്റ്, പിന്നെ നമ്മൾ നെയ്ക്കകത്ത് നമ്മുടെ സവാള, അതുപോലെ അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കറിവേപ്പിലയും കൂടെ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ബിരിയാണി എസൻസ് ആണ്. പിന്നെ കുറച്ച് നെയ്യും എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. നമ്മളിവിടെ മല്ലിയിലയും പുതിനയിലയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അരിയൊക്കെ ഒന്ന് വേവായി വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്ത് പോകരുത്, നമുക്ക് ദം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് പാകത്തിനുള്ള അളവിൽ നമുക്കിതൊന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ റൈസൊക്കെ പാകത്തിന് വെന്ത് വെള്ളമൊക്കെ പോയി നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസൊക്കെ കൊള്ളുന്ന ഒരു പാത്രം എടുക്കാം. എന്നിട്ട് ആ പാത്രത്തിനകത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ബിരിയാണി എസൻസ് ആണ്. അത് നമ്മളിവിടെ റോസ് വാട്ടറിനകത്ത് മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടറിനകത്താണെങ്കിലും മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് കുറച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ്, പൈനാപ്പിൾ, പിന്നെ ചെറിപ്പഴം, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, കശുവണ്ടി, ഉണക്കമുന്തിരിയും കറിവേപ്പില അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എസൻസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളിവിടെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് തന്നെ വീണ്ടും ചെയ്യുവാണ്. റൈസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മണ്ടയിൽ വീണ്ടും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതും വറുത്ത് വെച്ചിരിക്കുന്നതുമായ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറായിട്ട് ഇത് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് ചിക്കൻ വറുത്ത ഓയിലും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബിരിയാണിയുടെ കൂടെയുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓയിലും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റൈസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യാനായിട്ട് വെക്കണം. അതിനായിട്ട് നമ്മൾ വലിയ തീയൊന്നും ഇല്ലാത്ത കനൽ മാത്രമുള്ള ഒരു അടുപ്പത്താണ് വെക്കുന്നത്. എന്നിട്ട് നല്ല ടൈറ്റായിട്ടുള്ള ഒരു അടപ്പ് വെച്ചൊന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് ഇത് നമുക്ക് ദം ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ റൈസൊക്കെ നല്ല പോലെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ബിരിയാണി റൈസിൻ്റെ റെസിപ്പി. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്